ഈ അനുഭവം എനിക്ക് എന്തൊക്കെയോ വലിയ ശക്തി നൽകുന്നു. ഈ അനുഭവം, ദൈവിക ശക്തി എന്നോട് പറയുന്നു, എനിക്ക് നിന്നെ വേണം. അപ്പോഴാണ് അന്ന അവളോട് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ നിയമത്തെ അതിനെയെല്ലാം അതിജീവിക്കുന്നത്? കാരണം ഇസ്രായേലിൻ്റെ നിയമം പറയുന്നത് എല്ലാ കന്യകകളും വിവാഹിതരാകണം. വിവാഹിതരായി അവർ ദൈവത്തിനു വേണ്ടി ഒരു പുത്രനെ പ്രസവിക്കണം. നിന്റെ ഈ ദൈവത്തിനു വേണ്ടി നിന്റെ കന്യത്വം സമർപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോഴും അവൾക്ക് ആകുലതയില്ല. അവൾ പറയുന്നത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവിക ചൈതന്യത്തിന് അസാധ്യമായി ഒന്നുമില്ല. എനിക്ക് ആകുലതയില്ല. ഞാൻ അവന് എല്ലാം വിട്ടുകൊടുക്കുന്നു. എങ്കിലും അവിടെ അന്നയുടെ ആ സംശയം, അതിന് അവൾ ഉത്തരം തേടുകയാണ്. കർത്താവിൻ്റെ ആ ചൈതന്യം അവൾ പറയുകയാണ്, ഞാൻ ആ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ സീനായി മലയിലെ പേടിപ്പിക്കുന്ന നിയമം പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ കാഠിന്യമല്ല, സ്നേഹത്തിൻ്റെ, കരുണയുടെ അരൂപിയാണ് ഞാൻ ദർശിക്കുന്നത്. അങ്ങനെ അവൾ ആ സ്നേഹത്തിൻ്റെ നിറവിലെ ആ സംഭാഷണം ഇതെല്ലാം തുടരുകയാണ്. അപ്പോൾ അന്ന വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ സമർപ്പണം, ഇതിനെ വെല്ലുവിളിക്കുവാനുള്ള ശക്തിയെല്ലാം നീ തന്നെ ആർജിക്കുമോ അതോ ദൈവത്തിൽ നിന്ന് കിട്ടുമോ? അവൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നിട്ട് അവൾ അന്നയോട് ക്ഷമാപണം ചെയ്യുകയാണ്. ഞാൻ ദൈവത്തെ നിസ്സാരനായി കാണുകയല്ല, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ അത്ര താഴ്ന്നു വന്നതായിട്ടല്ല കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം അത് നമ്മളിലേക്ക് എല്ലാം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിൽ ആ സന്തോഷത്തിൻ്റെ നിർവൃതി. അവൾ എന്നിട്ട് പറയുകയാണ്, ഒരു പക്ഷി കാറ്റുകൊണ്ട് ആ ഭാരമില്ലാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരനുഭവമാണ് എനിക്ക്. എന്നെ എന്തോ ഒരു ശക്തി അത് നയിക്കുകയാണ്. അഗ്നേയ വലയം, അഗ്നിഗോളം എനിക്ക് സംരക്ഷണമാണ്. അവിടെ കൂടി ഞാൻ കാണുന്നത് തിന്മയിൽ നിന്നുള്ള ആ വലിയൊരു മേഘസ്തംഭത്തിൻ്റെ തടയലും അതോടുകൂടി തന്നെ നന്മയിലേക്ക്, പുണ്യത്തിലേക്ക്, മഹിമയിലേക്കുള്ള ഒരു വാതായനത്തിൻ്റെ തുറക്കലും ഇതൊക്കെ തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്നിട്ട് അവൾ ആ ദൈവിക അനുഭവത്തിൽ പറയുകയാണ്, രക്ഷകന്റെ വരവിന് വേണ്ടി ഇനിയും അധികം താമസമില്ല. അവൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേഗത്തിൽ ഈ ലോകത്തിലേക്ക് വരുന്നു. ദാനിയേൽ പ്രവാചകന്റെ 70 ആ ആഴ്ചകളെ കുറിച്ചുള്ള നിർവചനം പോലും, അതിൻ്റെ അർത്ഥം പോലും മാറുകയാണ്. അത് സൂര്യൻ്റെ ആ ഭ്രമണപഥത്തിൻ്റെ കാലമനുസരിച്ചല്ല, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ കാലമനുസരിച്ച് വളരെ ചുരുങ്ങി നമ്മുടെ പടിവാതിക്കൽ രക്ഷകന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു. അപ്പോഴെന്നെ പറയുന്നുണ്ട്, നീയാണ് ആ രക്ഷകന്റെ അമ്മയാവേണ്ടത്. നിന്റെ പ്രാർത്ഥന, നിന്റെ ഒരുക്കം, നിന്റെ പരിശുദ്ധിയല്ല. അപ്പോഴവൾ പറയുന്നുണ്ട്, ഞാനൊരു ധൂളിയാണ്, ഞാനൊന്നുമല്ല. ആ രക്ഷകന്റെ അമ്മ എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ മരുഭൂമിയും കടലും എല്ലാം താണ്ടി അവിടെ എത്തും. ആ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, ആ അമ്മയ്ക്ക് വേണ്ടി ധാന്യം പൊടിക്കുവാൻ
തുണികൾ അലക്കുവാൻ, തോട്ടത്തിൽ പണിയുവാൻ, ആഹാരം പാചകം ചെയ്യുവാൻ, ഇതെല്ലാം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും, അമ്മയുടെ ദാസിയായിട്ട്. ഇനി ആ അമ്മയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ ആ വീടിൻ്റെ മുമ്പിൽ വെയിലും മഴയും തണുപ്പും എല്ലാം അനുഭവിച്ച് ആ ഉണ്ണിയുടെ ഒരു ദർശനത്തിനുമായി കാത്തു നിൽക്കും. അവനൊരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ആ അപ്പത്തിൻ്റെ ഒരു കഷ്ണം എനിക്ക് തരും. ഞാൻ എത്ര പട്ടിണിയാണെങ്കിലും അത് ഞാൻ ഭക്ഷിക്കില്ല. അതൊരു സുഗന്ധ ദ്രവ്യം പോലെ വലിയ സ്വർഗീയ അനുഭവത്തിൻ്റെ ഒരു നായി ഞാൻ എന്നിൽ എൻ്റെ മരണം വരെ സൂക്ഷിക്കും. അപ്പോഴന്ന അവളെ കെട്ടിപ്പിടിച്ച് ആ സ്വർഗീയ അനുഭവത്തിൽ അന്നയുടെ ശിഷ്യ ഇത്രമാത്രം ദൈവിക അനുഭവത്തിൽ വളർന്നല്ലോ. ആ ഒരു അനുഭവത്തിൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊഴിക്കുകയാണ്. ഈ ഒരു അനുഭവമായിരുന്നു അവരുടെ ആ കൂട്ടായ്മയിൽ കൂടി നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവം ഈശോയുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട്. ഈശോ പറയുന്നത് ഇതാണ്: പരമമായ ബുദ്ധി, എല്ലാം അറിയുന്ന മനസ്സ്, എല്ലാം കാണുന്ന കണ്ണ്, വരാനുള്ളത് പോലും കാണുന്ന കണ്ണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ്. ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നവർക്കും ഇതിൻ്റെ ചെറിയൊരു ഭാഗം ലഭിക്കുന്നു. അത് മേരിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അവളെല്ലാം രക്ഷകന്റെ വരവിന് വേണ്ടിയും അതിനുവേണ്ടി ആ സമയദൈർഘ്യം കുറയുന്നതിനെ കുറിച്ചും എല്ലാം പറയുന്നത്. ഇത് നമുക്കും ആ ദൈവിക അനുഭവത്തിലേക്ക്, പരിശുദ്ധിയിലേക്ക് എല്ലാം ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും സാധ്യമാണെന്നും ഈശോ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകം ജിജ്ഞാസയുടെ തലത്തിൽ കൂടി, ആ ബുദ്ധി, ജിജ്ഞാസ സമ്മാനിക്കുന്ന ബുദ്ധിയിൽ കൂടി ആ പരമമായ ബുദ്ധിയെ അവഗണിച്ചുകൊണ്ട് എല്ലാം മുൻപോട്ട് പോവുകയാണ്. അവര് പലപ്പോഴും നിയമത്തെ വളച്ചൊടിക്കുകയാണ്. ആ വളച്ചൊടിക്കുന്ന നിയമങ്ങളെല്ലാം സ്വാർത്ഥ താല്പര്യത്തിനും സ്വാർത്ഥമായിട്ടുള്ള സന്തോഷത്തിനുമെല്ലാം വേണ്ടി അവരിനെ ചൂഷണം ചെയ്യുന്ന ആ ബുദ്ധിയുടെ തലം, അത് ലൗകികമാണ്. ദൈവികമായിട്ടുള്ള ആ പുണ്യം, ആ ബുദ്ധി, ആ പരമമായ മനസ്സ്, എല്ലാം അറിയുന്ന മനസ്സ്, എല്ലാം കാണുന്ന കാഴ്ച, ഇതെല്ലാം അതിൻ്റെ ഒരു അംശം. ഇതെല്ലാം കൃപയിൽ കൂടിയാണ് ലഭിക്കുന്നത്. ആദത്തിനും ഹവ്വായിക്കും ആ കൃപയുണ്ടായിരുന്നു. ഇന്നത്തെ ലോകത്തിൽ കർത്താവുമായിട്ട് ഐക്യപ്പെടുന്നവർക്ക് എല്ലാം ആ കൃപ ലഭിക്കുന്നു. ഈശോയുടെ മരണത്തിൽ കൂടി ആ കൃപയും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. നമുക്കും മാതാവിനോട് ഒന്നിച്ച് ഈ സ്തുതിഗീതവും പ്രാർത്ഥനാഗീതവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരമ്പരയെയും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും, പങ്കാളികളാവുന്ന എല്ലാവരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ പരിശുദ്ധിയിലേക്ക്, ആ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, ദൈവാനുഭവത്തിലേക്ക്, കൃപയുടെ നിറവിലേക്ക് എല്ലാം നമ്മളെ നയിക്കട്ടെ. ആമേൻ.